നമ്മളുടെ പശ്ചിമഘട്ട വനമേഖലയിലുള്ള വലിയൊരു പ്രശ്നമാണ് അധിനിവേശ സസ്യങ്ങളുടെ കൂടുതലായിട്ടുള്ള വിന്യാസം. സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറയും. മഞ്ഞക്കൊന്ന, വിഷക്കൊന്ന, സ്വർണ്ണക്കൊന്ന എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു സസ്യം, മരം, ചെടി എന്നൊക്കെ പറയാം. സെൻട്രൽ അമേരിക്കൻ റീജൻസിൽ നിന്നാണ് ഈ സെന്ന സ്പെക്ടബിലിസ് എന്ന പ്ലാന്റ് നമ്മുടെ നാട്ടിൽ എത്തപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. വനമേഖലയിൽ മാത്രമല്ല നമ്മളുടെ വെറ്റ്ലാൻഡുകളിലും ഉണ്ട്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള ഒരു വനത്തിൻ്റെ രീതിയെയും പ്രകൃതിയെയും അവിടുത്തെ ആവാസ വ്യവസ്ഥയെയും ഈ അധിനിവേശ സസ്യങ്ങൾ വലുതായി ബാധിക്കുന്നുണ്ട്. ഇദ്ദേഹം വളരെ പുല്ല് മുതൽ ഈ ഹൈറ്റിൽ ഇത്രയും ഇതിലും കനം വരും. ഇനി ഇത് വളർന്നു പോകുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ചേരാത്ത ഒരു അധിനിവേശ ചെടിയാണ്. ആവാസ വ്യവസ്ഥ തകർക്കപ്പെടുന്നതോടുകൂടെ അവർക്ക് കിട്ടേണ്ട ഭക്ഷണം ഇല്ലാതെയാവുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സസ്യം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. വേറെ യാതൊരു തരത്തിലുള്ള സസ്യജാലങ്ങളും ഒരു പരിധിവരെ മണ്ണിലെ സൂക്ഷ്മജീവികളും ഇല്ലാതാവുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് KFRI അവർ ശാസ്ത്രീയമായി പറഞ്ഞ മെത്തഡിലാണ് നമ്മളിവിടെ ഡീബാർക്കിംഗ് ചെയ്യുന്നത്. 2 മെത്തഡ് ഉണ്ട്. 1 മീറ്റർ ഉയരത്തിൽ വെച്ച് തൊലി ചുറ്റോട് ചുറ്റും താഴെ വരെ ഡീബാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയുക എന്നുള്ള ഒരു മെത്തഡ്. അതാവുമ്പോൾ മരം ഉണങ്ങാൻ 1 വർഷം മുതൽ 3 വർഷം വരെ എടുക്കും. അതിൻ്റെ ശാസ്ത്രീയത എന്താണെന്ന് വെച്ചാൽ ഈ തൊലിയിലൂടെയുള്ള ന്യൂട്രിയൻസ് ഒന്നും കയറി പോവില്ല. അത് കാരണം പതുക്കെ വേര് ചീഞ്ഞിട്ട് മരം ഉണങ്ങി പോവുകയാണ് ചെയ്യുക. രണ്ടാമത്തെ ഡീബാർക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു 50 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ച് മരം കട്ട് ചെയ്ത് കളയും. അതിനുശേഷം അതിൻ്റെ താഴെട്ട് ഇതുപോലെ തന്നെ തൊലി നീക്കി മാറ്റിയിട്ട് മണ്ണിട്ട് മൂടുക. 2 മെത്തേഡിലും മണ്ണിട്ട് വേരിൻ്റെ അടിഭാഗം മൂടണം, സൂര്യപ്രകാശം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. സൂര്യപ്രകാശം കിട്ടുമ്പോഴാണ് ചെടിയുടെ എവിടെയെങ്കിലും നമ്മൾ തൊലി നീക്കിയതിൽ ഭാഗം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവിടുന്ന് മുളയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മണ്ണിട്ട് മൂടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പോവുക. 3.5 ഹെക്ടർ നമ്മൾ ചെയ്ത ഏരിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി വരുന്ന 1 വർഷം മുഴുവൻ മേൽനോട്ടം വഹിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ആ 3.5 ഹെക്ടറിൽ ഒരു പുതിയ സെന്ന മുളയ്ക്കാതിരിക്കുകയും പഴയ സെന്നകൾ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു നീക്കമാണ് മുന്നോട്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഈ സെന്നയുടെ പ്രശ്നം ഇതുപോലത്തെ മരങ്ങളൊക്കെ വലിയ മെഷീനറി ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അപ്രൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ചെടികളൊക്കെ ചെമ്പരത്തിയുടെ വലിപ്പമുള്ളതൊക്കെ വേരോടുകൂടി എടുക്കാം. പക്ഷേ വേര് മുഴുവനായിട്ടും പോരണം. വേരിൽ എവിടെയെങ്കിലും ഒരു കഷ്ണം പൊട്ടി മണ്ണിലുണ്ടെങ്കിൽ അവിടുന്ന് മഞ്ഞക്കൊന്ന മുളച്ച് വരും. അതുകൊണ്ട് ചെറുതാവുമ്പോഴാണ് ഇതിനെ വേരോടുകൂടി പിഴുതെറിയാൻ നമുക്ക് സുഖം. ഇവിടെ ഈ പ്രവർത്തനം നടത്തുമ്പോൾ സക്സസ് ആവുമെന്ന് ഏകദേശം ഒരു 50% തോന്നുന്ന മരങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചിലത് നമുക്ക് സക്സസ് ആവുമെന്ന് തോന്നില്ല. കാരണം ഒന്നിന്ന് തന്നെ ഒരു 10-15 എണ്ണമൊക്കെ മുളച്ച് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിലേക്ക്, അത് കൂടിച്ചേരുന്ന ഭാഗത്തേക്ക് നമ്മളെ കത്തിയോ ഉളിയോ ഒന്നും പോവില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ ആ തോല് ബാക്കിയുള്ള ഭാഗത്തുനിന്ന് വീണ്ടും അത് പിന്നീട് മുളയ്ക്കും. അതുകൊണ്ട് ചെയ്യുന്ന സമയം കൂടി ഞങ്ങൾ നോക്കും. രാമകൃഷ്ണ മിഷനിലെ സ്കൂളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പരിസ്ഥിതി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന കുട്ടികളുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിസ്ഥിതി കൂട്ടായ്മയാണ് ഈ പൃഥ്വി റൂട്ട് എന്ന് പറഞ്ഞത്. അതിൽ ഞങ്ങളിപ്പോൾ ഏകദേശം 2010 മുതലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 14 വർഷത്തോളം ആയി ഇപ്പോൾ ഞങ്ങളിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1200-ലധികം മരങ്ങൾ 3.5 ഹെക്ടറിൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇത് പക്ഷേ ചെയ്യാൻ പറ്റുന്നത് ഉണങ്ങിയ കാലാവസ്ഥയിലാണ്. ഒരു മാർച്ച് മുതലൊക്കെ നമുക്ക് ചെയ്തിട്ട് മെയ് മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഇത് നിർത്തേണ്ടി വരും. കാരണം നമ്മൾ മണ്ണിട്ട് മൂടുന്നത് ആ മണ്ണ് മഴ പെയ്താൽ ഒലിച്ചു പോകും. പിന്നീട് അത് ഒരു 10, 20, 30 ആയിട്ട് നമ്മളിവിടെ ഒക്കെ ചുറ്റുപാട് നോക്കിയാൽ കാണാം മുളച്ച് പൊന്താൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോസസ്സ് മെയ് മാസം മഴ തുടങ്ങിയ സമയത്ത് നിർത്തി. പൃഥ്വി റൂട്ട് സെന്ന നിർമ്മാർജ്ജനത്തിലേക്ക് ഇറങ്ങാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഇപ്പം പ്രവർത്തിക്കുന്നവരിൽ സീനിയേഴ്സ് പണ്ട് ഇവിടെ മുത്തങ്ങയിൽ ഒരു നേച്ചർ ക്യാമ്പിൻ്റെ, സ്കൂളുകൾക്ക് നേച്ചർ ക്യാമ്പ് കിട്ടും ഫോറസ്റ്റിൻ്റെ വക. അങ്ങനെ വന്നപ്പോൾ ഈ സെന്ന പതുക്കെ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2010 ആ സീസണിലാണ്. പക്ഷേ സെന്ന മുത്തങ്ങ കാടുകളിലെത്തിയത് 1980-കളിലാണ് എന്നാണ് പറയുന്നത്. അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത ഒരു സാറ് പറഞ്ഞിരുന്നു, ഇത് ഒരു അധിനിവേശ സസ്യമാണ്, ഇതിപ്പം കാടിനെ പതുക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. പക്ഷേ 2018 ഒക്കെ ആകുമ്പോൾ പൃഥ്വി റൂട്ടിലുള്ള പല മുതിർന്ന കുട്ടികളും അവർ പല മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ശ്രദ്ധ വരും. ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ ഈ മഞ്ഞക്കൊന്ന വിഷയം അജണ്ടയായി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ കോവിഡ് കഴിഞ്ഞ ശേഷമാണ് 2023 നടന്ന ജൂലൈയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ നമ്മളിത് ഏറ്റെടുക്കാം, വിജയിക്കില്ല എന്ന ഒരു ബോധ്യത്തോടു കൂടി തന്നെ ഇത് ഏറ്റെടുത്ത ശേഷം ഒരു ബോധവൽക്കരണം പതുക്കെ നമ്മുടെ വയനാട് ചുറ്റുപാടുകളിലുള്ള എല്ലാ മനുഷ്യരിലേക്കും ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇത് വെക്കുക. നിർമ്മാർജ്ജനത്തിന് നല്ലൊരു എന്തെങ്കിലും ഒരു മാർഗം ഉരുത്തിരിഞ്ഞ് വരും
എന്നുള്ള ആ ഒരു ലക്ഷ്യമൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോസസ്സ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൽ. ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് എന്താ പറയുക, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, ആ വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പം നമ്മൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള എന്താ പറയുക ജൈവ വസ്തുക്കളെ ഉപയോഗിച്ച് ഈ ചെടിയെ നശിപ്പിക്കാൻ പറ്റുമോ, അതിനുള്ള ഫോർമുലേഷൻ നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ ലാഭ പരീക്ഷണങ്ങളിൽ അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ഈ വിഷക്കൊന്നയുടെ ഒരു കുടുംബത്തിൽ വരുന്ന മറ്റൊരു ചെടിയാണ് നമ്മളെല്ലാവരും നാടുകളിലൊക്കെ കാണുന്ന ശീമക്കൊന്ന എന്നറിയപ്പെടുന്നത്. രണ്ടും ഫാബേസിയ എന്ന് പറഞ്ഞ സെയിം ഫാമിലിയിൽ തന്നെയാണ് പെടുന്നത്. അപ്പം ഈ ചെടിയിലായിരുന്നു നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത കളനാശിനി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 തൊട്ട് 9, 10 ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവനായിട്ടും ഒരു 3 തൊട്ട് 4 വർഷം പ്രായമായ ശീമക്കൊന്ന മുഴുവനായിട്ടും വാടിപ്പോകുന്നതായിട്ടും പൂർണ്ണമായി നശിക്കുന്നതായിട്ടുമുള്ള കാഴ്ച ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. നമുക്ക് വനത്തിനുള്ളിൽ കയറിയിട്ട് ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ അവിടെ മൊത്തം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാക്ഷസക്കൊന്നയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഓർഗാനിക്കായിട്ട് പൂർണ്ണമായും ജൈവപരമായിട്ട് ഒരു കളനാശിനി എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതിൻ്റെ പരീക്ഷണത്തിലും അതിൻ്റെ സ്റ്റേജിലൂടെയാണ് CWRDM ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുത്തങ്ങ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സെന്നയുടെ ചെറിയ ചെറിയ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ വേരിൽ നിന്ന് എടുത്തിട്ടുള്ള എക്സ്ട്രാക്റ്റ്, ആ എക്സ്ട്രാക്റ്റിലെ മൈക്രോബിയൽ ഈ ചെറിയ സൂക്ഷ്മാണുക്കളുടെ പോപ്പുലേഷൻ കണ്ടുപിടിച്ചു. ഈ നൈട്രജൻ ഫിക്സേഷൻ സാധ്യമാക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ ബാക്ടീരിയകളൊന്നും തന്നെ നമ്മുടെ ഈ സെന്ന പ്ലാന്റിൻ്റെ വേരിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മുടെ ഈ ഒരു ജൈവ വൈവിധ്യത്തിന് ഉതകുന്ന യാതൊരുവിധ നല്ല കാര്യങ്ങളും ഇല്ലാത്ത, പകരം ദോഷം വശങ്ങൾ മാത്രമാണ് ഇപ്പം നമ്മുടെ ക്ലൈമറ്റിൽ ഈ അധിനിവേശ സസ്യമായിട്ടുള്ള സെന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സെന്ന പ്ലാന്റ് ഇത്രത്തോളം വ്യാപനശേഷി അതിന് കൈവരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് അതിൻ്റെ വിത്തുകൾ എത്തപ്പെടുമ്പോഴാണ്. സാധാരണ നമ്മുടെ ശീമക്കൊന്നയ്ക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പോഡാണ് ഇതിൻ്റെയും വിത്ത് എന്ന് പറയുന്നത്, നീളത്തിലുള്ള ഒരു പോഡാണ്. പക്ഷേ അതിൻ്റെ വിത്ത് മുള പൊട്ടി പുറത്തു വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ സീഡ് കോട്ട് ഭയങ്കര ഹാർഡാണ്, റെസിസ്റ്റൻ്റ് ആണ്. സോ അത് ഇത്രയും ഫ്ലറിഷ്ഡ് ഗ്രോത്ത് കാണിക്കുന്നത് ഒന്നാമത്തെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചൂട് 24 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 29 വരെ ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യാപനശേഷി കൂടും. കൂടാതെ ഇത് ഫോറസ്റ്റ് റീജിയനിലാണ് എത്തപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ വിത്തുകൾ ഫോറസ്റ്റ് റീജിയനിലുള്ള മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ളൊരു മണ്ണാണ്. അവിടെ എപ്പോഴും ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവുകയും ചെയ്യും. ഈ വിത്തുകൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് അവിടെ മുളച്ചു വരുവാനുള്ളൊരു സാഹചര്യമുണ്ട്.